أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالت إن الملوك إذا دخلوا قرية أفسدوها وجعلوا أعزة أهلها أذلة وكذلك يفعلون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണമേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൂക്ഷ്മാലുക്കളായ ദാസന്മാരിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി ശിഷ്ടജീവിതം അല്ലാഹുവിന് തൃപ്തികരമായ നിലയിൽ ജീവിക്കുവാൻ അല്ലാഹു തആല നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നാളത്തെ ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള ഒരു ദിനമാണ്. ഇക്കഴിഞ്ഞ കാലങ്ങളിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പൊതുവെ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. 5 വർഷത്തേക്ക് ഇനി ആര് ഭരിക്കണം എന്ന, തുടർന്ന് ആര് ഭരണസാരഥ്യം ഏറ്റെടുക്കണം എന്നതിന്റെ ഭാഗതയും നമ്മുടെ ഇടത് ചൂണ്ടുവിരലിൽ അടയാളപ്പെട്ട് കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതാര് തോൽക്കുന്നതാര് എന്ന ആകാംക്ഷയുടെ മുൾമുനയിലാണ് സ്ഥാനാർത്ഥികളടക്കം. ഓരോരുത്തരും അവരുടെ പാർട്ടിയുടെ അനുയായികളടക്കം കാത്തിരിക്കുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ജയപരാജയങ്ങളെ വളരെ സൂക്ഷ്മതാപൂർവം സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയ വിശ്വാസികൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്നതാണ് ആമുഖമായി നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കാഴ്ചപ്പാടുകളും വ്യക്തതയും വിശ്വാസിയുടെ രാഷ്ട്രീയ പരിസരങ്ങളിൽ അത് മുന്നോട്ട് വെക്കുന്നു എന്ന് ഇസ്ലാമിക ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഖുറൈശികൾ ജാഹിലിയ്യ കാലം മുതൽ തുടർന്നു വന്നിരുന്ന പതിവുകളിൽ ഏറെ സുപ്രധാനമായതായിരുന്നു പരിശുദ്ധ കഅബാലയത്തിന്റെ താക്കോൽ ബനൂ അബ്ദുദ്ദാർ ഗോത്രമാണ് കൈവശം വെക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത് എന്നുള്ളത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വ പിതാക്കളിൽ ഒരാളായിരുന്ന ഖുസയ്യ് തന്റെ മകനായ അബ്ദുദ്ദാറിന്റെ കയ്യിൽ പരിശുദ്ധ കഅബാലയത്തിന്റെ താക്കോൽ വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ലാ യദ്ഖുലു റജുലുൻ മിൻഹുൽ കഅബത ഹത്താ തകൂന അൻത തഫ്തഹുഹാ. പരിശുദ്ധ കഅബാലയത്തിൽ ആര് കാലെടുത്ത് വെക്കുവാൻ ആഗ്രഹിക്കുന്നു അവർക്ക് വേണ്ടി കഅബാലയം തുറന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്തം താങ്കളുടേതാണ്. അന്ന് മുതൽ പരിശുദ്ധ കഅബാലയത്തിന്റെ താക്കോൽ ബനൂ അബ്ദുദ്ദാറിന്റെ കയ്യിലാണ്. അങ്ങനെയാണ് ഒടുവിൽ ബനൂ അബ്ദുദ്ദാർ ഗോത്രത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഉസ്മാൻ ഇബ്നു തൽഹ അധികാരമേൽക്കുന്നത്. ഉസ്മാൻ ഇബ്നു തൽഹയുടെ കയ്യിൽ കഅബാലയത്തിന്റെ താക്കോൽ വന്നു ചേർന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കാലഘട്ടത്തിൽ, ഉസ്മാൻ ഇബ്നു തൽഹ കാലഘട്ടത്തിൽ മുശ്രിക്കാണ്. പ്രവാചകന്റെ മക്ക കാലഘട്ടത്തിൽ മുശ്രിക്കായി ജീവിച്ച ഉസ്മാൻ ഇബ്നു തൽഹയുടെ കയ്യിലാണ് പരിശുദ്ധ കഅബാലയത്തിന്റെ താക്കോൽ ഉള്ളത്. കഅബാലയത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഉസ്മാൻ ഇബ്നു തൽഹയുടെ അടുത്ത് വന്നുകൊണ്ട് കഅബാലയം തുറക്കാൻ വേണ്ടി കെഞ്ചുന്ന പ്രവാചകൻ പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മോശമായി പെരുമാറി എന്ന് മാത്രമല്ല, അവിടുന്ന് ശക്തമായ ഭാഷയിൽ ശകാരിക്കുകയും ഭത്സിക്കുകയും പ്രവാചകന് കഅബയുടെ വാതിൽ തുറന്നു കൊടുക്കാൻ വിസമ്മതിക്കുകയുമാണ് ഉസ്മാൻ ഇബ്നു തൽഹ ആ സന്ദർഭത്തിൽ ചെയ്തത്. അവിടുന്ന് സംയമനം പാലിച്ചു. ഉസ്മാൻ ഇബ്നു തൽഹയോട് ഇപ്രകാരം ഒരു വർത്തമാനം പറഞ്ഞു: യാ ഉസ്മാൻ ലഅല്ലക സതറ ഹാദൽ മിഫ്താഹ യൗമൻ ബിയദി അദഉഹു ഹൈസു ശിഅ്ത. ഏ ഉസ്മാൻ, ഒരു ദിവസം പരിശുദ്ധ കഅബാലയത്തിന്റെ താക്കോൽ എന്റെ ഉള്ളം കയ്യിൽ വരും. ഇതാര് തുറക്കണമെന്ന് ഞാൻ തീരുമാനിക്കുന്ന ഒരു ദിവസം വരും ഉസ്മാൻ. ഇത് കേട്ടപ്പോൾ ഉസ്മാൻ ഇബ്നു തൽഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ: ലഖദ് ഹലകത് ഖുറൈശുൻ യൗമഇദിൻ വദല്ലത് ഇദ് തലഅ മിഫ്താഹൽ കഅബതി ബിയദിക്. അങ്ങനെ ഒരു ദിവസം സംജാതമാകുന്നുവെങ്കിൽ അന്ന് ഖുറൈശികൾ നശിച്ചു പോയത് തന്നെ. കാലങ്ങൾ കുറെ കഴിഞ്ഞു. ഉസ്മാൻ ഇബ്നു തൽഹ പ്രവാചകന്റെ നാട്ടിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു. മക്ക വിജയവേളയുടെ ഏതാനും മാസം മുമ്പ്, മക്കം ഫതഹിന്റെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ മക്കയിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധ കഅബാലയത്തിലേക്ക് കാലെടുത്തു വെക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രവാചകൻ അവിടുന്ന് ആദ്യം വിളിച്ചു വരുത്തുന്നുണ്ട് ഉസ്മാൻ ഇബ്നു തൽഹയെ. അവിടുത്തെ കയ്യിൽ നിന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും താക്കോലേറ്റ് വാങ്ങി പരിശുദ്ധ കഅബാലയം തുറന്നു. റസൂലത്തിലേക്ക് കടന്നു. പ്രവാചകൻ കഅബയ്ക്കുള്ളിൽ കയറി നമസ്കരിച്ചു. അതിൽ സ്ഥാപിക്കപ്പെട്ട വിഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു മാറ്റി. പിന്നീട് റസൂൽ പള്ളിയിൽ കയറിയിരുന്നു. ഹറമിൽ ഇരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ പരിശുദ്ധ കഅബാലയത്തിന്റെ താക്കോൽ കൂട്ടങ്ങളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്നോട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്: യാ റസൂലല്ലാഹ്, ഇജ്മഅ ലനൽ ഹിജാബത മഅ സിഖായ. ഞങ്ങൾ ബനൂ ഹാഷിം റസൂലിന്റെ ഗോത്രമാണ്. ആ ബനൂ ഹാഷിം ഇപ്പോൾ തൽക്കാലം സിഖായത്ത് മാത്രമാണ് നടത്തുന്നത്. ഹജ്ജാജിമാർക്ക് വെള്ളം കുടിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. പ്രവാചകരെ, കഅബാലയത്തിന്റെ ഹിജാബത്ത് കൂടി, അതിന്റെ പരിചരണ ഉത്തരവാദിത്വം കൂടി താങ്കൾ ഞങ്ങളെ ഏൽപ്പിക്കുമോ? അത് വലിയൊരു മഹത്വമുള്ള കാര്യമല്ലേ? ഏറ്റവും വലിയ കഅബയുമായി ബന്ധപ്പെട്ട സ്ഥാനമല്ലേ അത്? ഹിജാബത്ത് അല്ലെങ്കിൽ സദാനത്ത് എന്ന് പറയുന്നത്, കഅബയ്ക്ക് കാവൽ നിൽക്കുക എന്ന് പറയുന്നത്, കഅബയുടെ താക്കോൽ സംരക്ഷിക്കുക എന്ന് പറയുന്നത്, അധികാരം നമ്മുടെ കയ്യിലെത്തിയപ്പോൾ അത് ബനൂ ഹാഷിമിനെ ഏൽപ്പിച്ചുകൂടെ നബിയെ? അതിപ്പോൾ ബനൂ അബ്ദുദ്ദാറിന്റെ കൈവശമാണുള്ളത്. അത് കഴിഞ്ഞുള്ള സ്ഥാനം, അതായത് ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക എന്ന സ്ഥാനമാണ് പിന്നീടുള്ളത്. സ്വാഭാവികമായും അധികാരം ബനൂ ഹാഷിമിന്റെ നേതൃത്വം അല്ലെങ്കിൽ അതിന്റെ പരമ്പരയിൽ പിറന്ന പ്രവാചകന്റെ കയ്യിൽ വന്നു ചേർന്നിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് റസൂലെ, പരിശുദ്ധ കഅബയുമായി ബന്ധപ്പെട്ട ഈ താക്കോൽ സൂക്ഷിപ്പ് ഉത്തരവാദിത്വം നമുക്ക് കൈവശപ്പെടുത്തിക്കൂടെ എന്നാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു വന്ന് ഹറമിലിരിക്കുന്ന പ്രവാചകനോട് ചോദിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്ദർഭത്തിൽ ചോദിക്കുന്നുണ്ട്: ഐന ഉസ്മാൻ ഇബ്നു തൽഹ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഉസ്മാൻ ഇബ്നു തൽഹയെ വിളിച്ചു കൊണ്ടുവരൂ. പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഉസ്മാൻ ഇബ്നു തൽഹ വന്നു. കഅബാലയത്തിന്റെ താക്കോൽ കൂട്ടം അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഹാക മിഫ്താഹുക യാ ഉസ്മാൻ അൽ യൗമ യൗമ ബിർരിൻ വ വഫ. അല്ലയോ ഉസ്മാൻ, ഇത് താങ്കളുടെ അധികാരമാണ്. ഇന്ന് നന്മയുടെ ദിവസമാണ്, കരാർ പൂർത്തീകരണത്തിന്റെ ദിവസമാണ്. താങ്കൾ ഇത് സൂക്ഷ്മതാപൂർവം കൈകാര്യം ചെയ്തു കൊള്ളുക. ഖുദൂഹാ യാ ബനി അബീ തൽഹ ഖാലിദതൻ ഖാലിദതൻ ലാ യൻസഉഹാ മിൻകും അഹദുൻ ഇല്ലാ വാലിമുൻ. എന്നേക്കുമായി ഈ താക്കോൽ കൂട്ടങ്ങൾ താങ്കൾ കൈവശം വയ്ക്കുക. താങ്കളുടെ കയ്യിൽ നിന്ന് ആരാണോ അത് പിടിച്ചു വാങ്ങുന്നത് അവൻ അക്രമിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ഉസ്മാൻ ഇബ്നു തൽഹ താക്കോൽ കൂട്ടവുമായി തിരികെ നടക്കുന്ന ഒരു രംഗമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരികെ താക്കോൽ കൂട്ടവുമായി മടങ്ങിപ്പോകുന്ന ഉസ്മാൻ ഇബ്നു തൽഹയെ വിളിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, പ്രവാചകൻ ചോദിക്കുന്നുണ്ട്: അലം അകുനല്ലദീ ഖുൽതു ലക യാ ഉസ്മാൻ
മുമ്പ് ഞാൻ താങ്കളോട് ഇക്കാര്യം പറഞ്ഞിരുന്നില്ല ഉസ്മാൻ ഇബ്നു തൽഹ റളിയല്ലാഹു തആല അൻഹു ആലോചിക്കുകയാണ്. പണ്ട് മക്ക കാലഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ കഅബാലയം തുറന്നു തരാൻ പറഞ്ഞപ്പോൾ വിസമ്മതിച്ച വേളയിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ വർത്തമാനം ഉസ്മാൻ ഇബ്നു തൽഹയുടെ മനോമുകുരത്തിൽ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. യാ ഉസ്മാൻ ലഅല്ലക സതറാ ഹാദൽ മിഫ്താഹ യൗമൻ ബിയദി അളഉഹു ഹൈസു ശിക്. ഈ താക്കോൽ കുണ്ടങ്ങൾ എന്റെ ഉള്ളം കയ്യിൽ വരികയും ഞാൻ ഉദ്ദേശിക്കുന്ന ആൾക്കത് നൽകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നുവെന്ന് ഞാൻ താങ്കളോട് ഒരിക്കൽ പറഞ്ഞതല്ലേ തൽഹ. ഉസ്മാൻ ഇബ്നു തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബല അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, താങ്കൾ അല്ലാഹുവിന്റെ ദൂതനാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞ് ഉസ്മാൻ തിരികെ നടന്നു പോകുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യൻ അവന്റെ പ്രകൃതമനുസരിച്ച് വിജയ പരാജയങ്ങളുടെ വേളയിൽ വല്ലാതെ വികാരഭരിതനാവുക എന്നത് മനുഷ്യന്റെ പ്രകൃതമാണ്. ആനന്ദ നിമിഷങ്ങളിൽ വല്ലാത്ത വികാരം അവനെ കീഴ്പ്പെടുത്തി കളയും. പരാജയപ്പെടുന്ന സന്ദർഭത്തിൽ വേദനിച്ച് അവൻ തേങ്ങിക്കറിയും. ഇത് മനുഷ്യന്റെ പ്രകൃതമാണ്. വിജയിക്കുകയാണ് എങ്കിൽ വിജയത്തിന്റെ ഉന്മാദ ലഹരി, ആ ലഹരിയിൽ അവൻ തോന്നിയതുപോലെ പ്രവർത്തിക്കും. ആപത്ഘട്ടങ്ങളിലെ മര്യാദകൾ പലപ്പോഴും നമുക്കറിയാം. വിശുദ്ധമായ ഖുർആൻ അത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരാജയത്തിന്റെ വേളയിൽ, ദുഃഖത്തിന്റെ വേളയിൽ നമുക്ക് പടച്ചവനെ കുറിച്ച് ഓർമ്മയുണ്ടാവും. ആ മര്യാദകളെ കുറിച്ച് ഏറ്റവും നന്നായി പാലിക്കുന്നതും അതിനെക്കുറിച്ച് ബോധവാന്മാരാവുകയും ചെയ്യുക എന്നത് മനുഷ്യന്റെ സ്വാഭാവിക പ്രതികരണമാണ്. തളർച്ച ഉണ്ടാവുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയാൻ വ്യഗ്രതപ്പെടുന്ന മനസ്സ് തീർച്ചയായിട്ടും നമുക്കുണ്ട്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നേട്ടമുണ്ടാവുന്ന സന്ദർഭത്തിൽ, ഗുണമുണ്ടാവുന്ന സന്ദർഭത്തിൽ, വിജയമുണ്ടാവുന്ന ഘട്ടങ്ങളിൽ അതിന്റെ മര്യാദകൾ പലപ്പോഴും നമ്മൾ വിസ്മരിക്കുകയാണ്, മറന്നുപോവുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. നമുക്ക് മുമ്പിലുള്ള ഈ ചരിത്രശകലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയായ മനുഷ്യന് നേട്ടങ്ങൾ ഉണ്ടാവുന്ന സന്ദർഭങ്ങളിൽ, വിജയം വരിക്കുന്ന സന്ദർഭങ്ങളിൽ എത്രമാത്രം മര്യാദയോടുകൂടിയാണ്, വിനയത്തോടുകൂടിയാണ് ഒരാൾ പെരുമാറേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു തൽഹയെ താക്കോൽ കൊണ്ട് വിളിപ്പിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സന്തോഷമുണ്ടാകുമ്പോൾ വികാരം നിയന്ത്രിക്കുവാൻ കഴിയാതെ ഉചിതമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നവനല്ല യഥാർത്ഥത്തിൽ വിശ്വാസി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉസ്മാൻ ഇബ്നു തൽഹ റളിയല്ലാഹുവിന്റെ കയ്യിൽ നിന്ന് പരിശുദ്ധ കഅബാലയത്തിന്റെ താക്കോൽ കൂട്ടം പിടിച്ചു വാങ്ങി അത് ബനൂ ഹാഷിമിനെ ഏൽപ്പിക്കുവാൻ സാധിക്കുമായിരുന്നു എന്ന് മാത്രമല്ല, ഈ പറയുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൂടാതെ അദ്ദേഹം അതിനു മുമ്പ് തന്നെ പ്രവാചകനോട് വളരെ മോശമായി പെരുമാറി എന്ന് പരിഗണിച്ചുകൊണ്ട്, അതും കൂടാതെ അലി ഇബ്നു അബീ ത്വാലിബ് എന്ന തന്റെ മരുമകൻ ബനൂ ഹാഷിമിന് ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൂടെ എന്ന് പറഞ്ഞതുമൊക്കെ വെച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപക്ഷെ അങ്ങനെ ചെയ്യാമായിരുന്നു. തിരുദൂതരെ സംബന്ധിച്ചിടത്തോളം വിജയങ്ങൾ ഒരിക്കലും പ്രവാചകനെ അന്ധനാക്കിയില്ല. പരാജയങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ റസൂലിനെ പുറകോട്ടടിച്ചില്ല. വിജയം ഒരിക്കലും സ്വജനപക്ഷപാതത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന നേതാവായിരുന്നില്ല റസൂൽ. അതിനുവേണ്ടി അവിടുന്ന് സഹാബാക്കളെ പ്രേരിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, അതിന് പകരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാനെ വിളിച്ചുകൊണ്ട് പറയുന്ന വാക്ക് അൽ യൗമ ബിർരിൻ വ വഫാഇൻ, ഇന്ന് നന്മയുടെയും കരാർ പാലനത്തിന്റെയും ദിവസമാണ്. ഇന്ന് പുണ്യത്തിന്റെ ദിവസമാണ്, കരാർ പാലനത്തിന്റെ ദിവസമാണ്. ഈ താക്കോൽ അങ്ങയുടെ കയ്യിലിരിക്കട്ടെ, താങ്കൾ ഇത് ഭദ്രമായി സൂക്ഷിക്കൂ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മധുര പ്രതികാരം എന്നോണം ഉസ്മാൻ ഇബ്നു തൽഹയോട് പറഞ്ഞത്. ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകളും ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു നേട്ടമുണ്ടായി കഴിഞ്ഞാൽ, അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവർക്ക് ലഭിക്കാത്ത എന്തെങ്കിലും തങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ വിജയത്തിന്റെ ഉന്മാദ ലഹരിയിൽ അർമാദിക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ പൊതു സ്വഭാവമാണ്, പ്രകൃതമാണ്. തോന്നിയതുപോലെ പ്രവർത്തിക്കും, അഹങ്കാരത്തോടുകൂടി പെരുമാറും, പ്രീണനങ്ങൾ നടത്തും, ധിക്കാരത്തോടുകൂടി കാര്യങ്ങളെ പ്രതികാരത്തോടുകൂടി സമീപിക്കും, പ്രതികാര രാഷ്ട്രീയത്തിൽ ഒന്നിക്കൊണ്ട് പ്രവർത്തിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപനത്തെ കുറിച്ച്, അവിടുന്ന് മാന്യമായ സാംസ്കാരിക ബോധ്യത്തെ കുറിച്ച്
നമുക്ക് പ്രകടമാവുന്നത് ഈ മക്കം ഫതഹിന്റെ വേളയിലാണ്. ബൽക്കീസ് രാജ്ഞിയെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ബൽക്കീസ് രാജ്ഞി, രാജാക്കന്മാരെ കുറിച്ച് അവർ പറഞ്ഞ ഒരു വർത്തമാനത്തെ കുറിച്ച് ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഖാലത് ഇന്നൽ മുലൂക ഇദാ ദഖലൂ ഖറിയതൻ നഫ്സദൂഹ വജഅലൂ അഇസ്സത അഹ്ലിഹാ അദില്ല വകദാലിക യഫ്അലൂൻ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്ദേശം ഇസ്ലാമിലേക്ക് ബൽക്കീസിനെ ക്ഷണിച്ചുകൊണ്ടുള്ള സന്ദേശം എത്തിയതാണ് ബൽക്കീസ് രാജ്ഞിക്ക്. ബൽക്കീസ് രാജ്ഞി തന്റെ ശൂറയെ ഒരുമിച്ച് കൂട്ടി ആ ശൂറ അംഗങ്ങളോട് സുലൈമാന്റെ കത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ ബൽക്കീസ് രാജ്ഞി പറയുന്ന ഒരു പ്രസ്താവനയെ ഖുർആൻ പ്രത്യേകമായി എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഖാലത് ഇന്നൽ മുലൂക ഇദാ ദഖലൂ ഖറിയതൻ. രാജാക്കന്മാരുടെ സ്വഭാവം നമുക്കറിയാം, ഭരണാധികാരികളുടെ സ്വഭാവം നമുക്കറിയാം, ജനപ്രതിനിധികളുടെ സ്വഭാവം നമുക്കറിയാം. അധികാരമുള്ള ആളുകൾ, അക്രമികളായിട്ടുള്ള ആളുകൾ, അവർ ഏതെങ്കിലും ഒരു നാട്ടിൽ പ്രവേശിച്ചാൽ, അവർക്ക് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ, അവർ അവരുടെ അധികാര മേഖലയിലേക്ക് കാലെടുത്തു വെച്ച് കഴിഞ്ഞാൽ, അധികാരത്തിലേക്ക് അവരോധിക്കപ്പെട്ടാൽ അഫ്സദൂഹ, അവർ ആ നാടിനെ നശിപ്പിച്ചു കളയും, കുട്ടിച്ചോറാക്കി കളയും. വജഅലൂ അഇസ്സത അഹ്ലിഹാ അദില്ല, തങ്ങളുടെ പാർട്ടിക്കാർക്ക് മാത്രം പ്രത്യേക പരിഗണന നൽകും. മറ്റു മഹാഭൂരിപക്ഷത്തിൽ നിന്ദിച്ചുകൊണ്ടും അവഗണിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടും അവർ അവകാശങ്ങളെ അപഹരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് ബൽക്കീസ് രാജ്ഞി അഭിപ്രായപ്പെടുന്നുണ്ട്. വകദാലിക യഫ്അലൂൻ. സ്വേച്ഛാധിപതികളായ, അക്രമികളായിട്ടുള്ള, ധിക്കാരികളായ, അഹങ്കാരികളായ ഭരണാധികാരികൾ ചരിത്രത്തിൽ ഇപ്രകാരമാണ് ചെയ്യുന്നത് എന്ന പ്രസ്താവന വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗുണവിശേഷണങ്ങൾ ഓരോന്നോരോന്നായി അസ്മാഉസ് സിഫാത്തുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങളുടെ കൂട്ടത്തിൽ, അവന്റെ സിഫാത്തുകളുടെ കൂട്ടത്തിൽ പരസ്പരം ചേർത്ത് പറഞ്ഞ രണ്ട് വിശേഷണങ്ങൾ, അസീസുൻ റഹീം എന്ന വിശേഷണം. അള്ളാഹു അജയ്യനാണ്, അള്ളാഹു തആല പ്രതാപിയാണ്. അജയ്യനാണ്, പ്രതാപിയാണ് എന്ന് മാത്രമല്ല, അജയ്യതയോടെയും പ്രതാപത്തിന്റെയും കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹീമുൻ, അവൻ കരുണ കാണിക്കുന്നവനാണ് എന്ന പ്രയോഗം അള്ളാഹുവിനെ കുറിച്ച് അവന്റെ ഗുണവിശേഷണങ്ങൾ വിശദീകരിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒന്നാലോചിച്ച് നോക്കൂ, ഈ രണ്ട് ഗുണവിശേഷണങ്ങൾക്ക് ഒരു സവിശേഷതയുണ്ട്. ജനങ്ങൾക്ക് പലപ്പോഴും ഇസ്സത്തുള്ള റഹ്മത്തിന് പരിചയമില്ല. അജയ്യതയുള്ള കാരുണ്യത്തെ പലപ്പോഴും പല നേതാക്കളിൽ നിന്നും നമ്മൾ കാണാറില്ല. മനുഷ്യർ സാധാരണ അവർക്ക് അധികാരം കിട്ടിയാൽ, അധികാരം കൈവന്നു പോയാൽ, അവർക്ക് ജീവിതത്തിൽ വിജയങ്ങൾ കരഗതമായാൽ, ഉയർച്ചകൾ തണ്ടിയാൽ, അവരിൽ നിന്ന് റഹ്മത്തുകൾ ഓരോന്നോരോന്നായി ഊരിയെടുക്കപ്പെടും എന്നതാണ് മനുഷ്യ ചരിത്രത്തിലെ അധികാരികളുടെയൊക്കെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെയാണ് അള്ളാഹു അവന്റെ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധികാരിയായ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ അജയ്യമായി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പടച്ച തമ്പുരാൻ അവൻ അജയ്യനും പ്രതാപിയുമാണ് എന്ന് പറഞ്ഞതിനോടൊപ്പം അവൻ അങ്ങേയറ്റത്തെ വാത്സല്യമുള്ളവനാണ് എന്ന പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് വെക്കുന്നത് ലോകം മുഴുവൻ പരമാധികാരത്തോടുകൂടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ ഭരണമികവിനെ ചൂണ്ടിക്കാണിക്കാൻ വിശുദ്ധമായ ഖുർആൻ ഉപയോഗിച്ച ഈ രണ്ട് സിഫത്തുകളെ ചേർത്ത് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ നിരവധി തവണ പ്രയോഗിക്കുന്നത് കാണാം. സൂറത്തു ശുഅറായിൽ മാത്രം അസീസുൻ റഹീം എന്ന് ചേർത്തുകൊണ്ട് ഖുർആൻ 9ഓളം തവണ അല്ലാഹു തആല ബോധപൂർവം അത്തരമൊരു പരാമർശം ഈ പ്രപഞ്ചത്തിന്റെ വിധാതാവായ, സൃഷ്ടാവായ അല്ലാഹുവിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ തന്നെ പരാമർശിക്കുന്നുണ്ട്. വ ഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. നിന്റെ റബ്ബുണ്ടല്ലോ, നിന്റെ രക്ഷിതാവുണ്ടല്ലോ, അവനാണ് സകല ഇസ്സത്തുമുള്ളത്, സകല അധികാരവും അവന്റെ കയ്യിലാണ്. പക്ഷേ അധികാരത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് വീമ്പ പറയുന്നവനല്ല റബ്ബ്, അധികാരം ഉപയോഗിച്ച് പ്രതികരിക്കുന്നവനല്ല, പ്രതികാരം നടത്തുന്നവനല്ല അവൻ, ധിക്കാരം നടത്തുന്നവനല്ല റബ്ബ്, ജനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നവനല്ല റബ്ബ്. ഇത്രയും വലിയ അധികാരമുള്ള പടച്ചവൻ ഇസ്സത്തിന്റെ കൂടെ റഹ്മത്തുള്ളവനാണ്. ബിനസ്രില്ലാഹി യൻസുറു മൻ യശാ വഹുവൽ അസീസുർ റഹീം. അല്ലാഹുവാണ് വിജയങ്ങൾ നൽകുന്നത്, അല്ലാഹുവാണ് സഹായങ്ങൾ നൽകുന്നത്. ഇസ്സത്തും റഹ്മത്തും പ്രതാപവും കാരുണ്യവും പരസ്പരം ചേർത്ത് വെച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. യൻസുറു മൻ യശാ ബിനസ്രില്ലാഹി യൻസുറു മൻ യശാ വഹുവൽ അസീസുർ റഹീം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ചവന്റെ ഇസ്സത്തിൽ നിന്നും റഹ്മത്തിൽ നിന്നും അല്ലാഹുവിന്റെ റസൂൽ എന്ന നേതാവ്, ജനപ്രതിനിധി, ഭരണാധികാരി
യഥാർത്ഥത്തിൽ ഈ ഗുണവിശേഷങ്ങൾ ആർജിച്ചെടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്സത്തോടുകൂടി ജീവിച്ചു, അഭിമാനബോധത്തോടുകൂടി പ്രവാചകൻ ജീവിച്ചു. പക്ഷെ അതോടൊപ്പം വിശാലമായ കാരുണ്യപൂർവം മറ്റുള്ളവരോട് വർത്തിക്കുകയും ചെയ്ത ലോക നേതാവായിട്ടുള്ള പ്രവാചകനെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. മക്ക വിജയവേളയിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരിച്ചുവരവാണ്. തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രിയപ്പെട്ട മാതൃരാജ്യത്തിൽ നിന്നും, തന്റെ മക്കയിൽ നിന്നും ആളുകൾ പുറത്താക്കപ്പെട്ട നാട്ടിലേക്ക് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആട്ടിയോടിക്കപ്പെട്ട നാട്ടിലേക്ക് ഇസ്സത്തോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വരുന്നുണ്ട്. ശരിക്ക് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രവാചകൻ യഥാർത്ഥത്തിൽ മക്കയിലേക്ക് ആട്ടിയോടിക്കപ്പെട്ട പുറത്താക്കപ്പെട്ട നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടുന്നത്. പക്ഷെ പ്രവാചകന്റെ ആ വരവിനെ കുറിച്ച്, മക്കം ഫതഹിലേക്കുള്ള പ്രവാചകന്റെ തിരിച്ചുമടക്കത്തെ കുറിച്ച് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ചില പരാമർശങ്ങൾ കാണാം. ഫദഖല മക്കത വഹുവ യർകബു നാഖതഹു വയഖറഉ സൂറത്തുൽ ഫത്ഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കുതിരപ്പുറത്ത് സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്ത് തന്നെ പുറത്താക്കപ്പെട്ട ആ സമൂഹത്തിലേക്ക്, മക്കയിലേക്ക് റസൂൽ തിരിച്ചു വരുന്ന ഒരു രംഗമുണ്ട്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമ വയൻസുറക അല്ലാഹു നസ്റൻ അസീസ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്തുകൊണ്ട് കുതിരപ്പുറത്ത് മഹാനായ റസൂൽ മക്കയിലേക്ക് വരികയാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം, വകാന യുതത്തി റഅസഹു ഹത്താ ലതകാദു തമസ്സു റിഹ്ലഹു ശുക്രൻ ലിറബ്ബിഹി തആല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തല താഴ്ത്തിക്കൊണ്ട് അല്ലാഹുവിനോടുള്ള ശുക്ർ കാണിച്ചുകൊണ്ട് റസൂലിന്റെ തല പ്രവാചകൻ സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തിന്റെ പുറത്ത് സ്പർശിക്കുമാറ് തല താഴ്ത്തിക്കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയാശ്രീലാളിതനായ പ്രവാചകൻ തന്നെ ആട്ടിയോടിക്കപ്പെട്ട നാട്ടിലേക്ക് അവിടുന്ന് കടന്നു വരുന്നത് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ട് മുഹമ്മദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, തന്നെ ആട്ടിയോടിച്ച നാട്ടിലേക്കാണ് റസൂൽ കടന്നു വരുന്നത്. ഫകൈഫ യഊദുൽ യൗം മൻസൂറൻ മുഅയ്യദ. അങ്ങേയറ്റത്തെ ആത്മാഭിമാനത്തോടു കൂടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്നത്. എന്നിട്ട് പോലും فكلما استشعر هذه النعمة ازداد لله على راحلته خشوعا وانحناء. അല്ലാഹു നൽകിയ ഈ മഹത്തായ വിജയമെന്ന അനുഗ്രഹം ഓരോന്നോരോന്നായി അതിന്റെ ഘട്ടങ്ങളെ ഓർത്തെടുക്കുമ്പോ പ്രവാചകൻ നന്നായി തലകുനിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മക്കയിലേക്ക് ബോധപൂർവം, വിനയപൂർവം, താഴ്മയോടുകൂടി ഒരു തരത്തിലുള്ള വിദ്വേഷരഹിതമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് തിരിച്ചു നടക്കുന്നത്. വിജയികൾ ജീവിതകാലം മുഴുവൻ ഒരിക്കലും വിജയികളാവുകയില്ല. നേട്ടമുണ്ടാക്കുന്ന മനുഷ്യർ, ഉയർച്ചയുടെ പടവുകൾ താങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ജീവിതകാലം മുഴുവൻ അതേ ഉയർച്ചയിലും വിജയത്തിന്റെ കൊടുമുടിയിലുമായിരിക്കില്ല എന്ന ബോധ്യമാണ് യഥാർത്ഥത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിന്റെ വിജയപരാജയങ്ങളെ വിലയിരുത്തുന്നിടത്ത് നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവാണ് വിജയങ്ങൾ നൽകുന്നത്, അല്ലാഹുവാണ് ഉയർച്ചകൾ നൽകുന്നത്, പരാജയങ്ങൾ നൽകുന്നതും അല്ലാഹുവാണ് എന്നൊരു വിശ്വാസി ഉറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിജയത്തിന്റെ പേരിൽ അഹങ്കരിക്കാൻ ഒരാൾക്ക് സാധ്യമേ അല്ല എന്നാണ് പ്രവാചകന്റെ മക്ക വിജയത്തിന്റെ ചരിത്രം, അതിന്റെ പശ്ചാത്തലം നമ്മോട് പറഞ്ഞു വെക്കുന്നത്. പ്രതികാര രാഷ്ട്രീയത്തിനു വേണ്ടി ഈ അർത്ഥത്തിൽ വിജയിച്ചവൻ പണിയെടുക്കില്ല, സ്വജനപക്ഷപാതിത്വം പുലർത്തില്ല, പാർട്ടി പ്രീണനങ്ങൾ വെച്ചു പുലർത്തുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മക്കം ഫതഹിൽ പതാക എന്തി, പ്രവാചകന്റെ പതാക എന്തി വരുന്നത് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല അൻഹുവാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിക്കാൻ ഏൽപ്പിച്ച പതാകയും എന്തി സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല കടന്നു വരുമ്പോ ഖുറൈശികളുടെ പ്രമാണിയായ അബൂ സുഫിയാൻ, യഥാർത്ഥത്തിൽ മക്ക മുശ്രിക്കുകളുടെ തലവനായിരുന്ന പ്രവാചകനെ വല്ലാതെ നോവിച്ച, ഒരുപാട് യുദ്ധങ്ങളിൽ നെടുനായകത്വം വഹിച്ച അബൂ സുഫിയാൻ തലകുനിച്ച് പുറകിൽ നിൽപ്പുണ്ടായിരുന്നു. ആ അബൂ സുഫിയാനോട് സഅദ് ബിൻ ഉബാദ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. യാ അബൂ സുഫിയാൻ അൽ യൗമ യൗമുൽ മൽഹമ. ഒരുപാട് കാലം ഞങ്ങളെ പീഡിപ്പിച്ചതല്ലേ, ഞങ്ങളിതാ തിരിച്ചു വന്നിരിക്കുന്നു ആത്മാഭിമാന ബോധത്തോടുകൂടി. ഇനി യുദ്ധത്തിന്റെ കാലമാണ്, ഇനി പ്രതികാരത്തിന്റെ കാലമാണ്. അൽ യൗമ തുസ്തഹല്ലുൽ ഹുർമ അൽ യൗം അദല്ലല്ലാഹു ഖുറൈശൻ. ഖുറൈശികളെ അല്ലാഹു അപമാനിച്ച ദിവസമാണിത്.
വല്ലാത്ത ആക്ഷേപശരങ്ങൾ ഉയർത്തിക്കൊണ്ട് സഅദ് ബിൻ ഉബാദ പ്രവാചകന്റെ കൊടിയും പിടിച്ച് അബൂ സുഫിയാന്റെ നേരെ ക്രൗര്യഭാവത്തോടുകൂടി ഇത്തരം ഒരു വർത്തമാനം പറഞ്ഞപ്പോ അബൂ സുഫിയാൻ, മുസ്ലിമായിരിക്കുന്ന അബൂ സുഫിയാൻ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് ഈ വിഷയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിപ്പിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്ദർഭത്തിൽ സഅദ് ബിൻ ഉബാദയോട് ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ പറയുന്ന വർത്തമാനമുണ്ട്. അൽ യൗമ യൗമുൽ മർഹമ, ഇന്ന് യുദ്ധത്തിന്റെ സന്ദർഭമല്ല, ഇന്ന് കാലുഷ്യത്തിന്റെ സന്ദർഭമല്ല, ഈ വിജയം വൈരത്തിന്റെയും പ്രതികാരത്തിന്റെയും അല്ല, ഇത് കാരുണ്യത്തിന്റെ നിമിഷങ്ങളാണ്. അൽ യൗമ അസ്സല്ലാഹു ഫീഹി ഖുറൈശൻ, അല്ലാഹു തആല ഖുറൈശികളെ ആദരിച്ച ദിവസമാണെന്നല്ലേ സഅദ് പറയേണ്ടത് എന്ന് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സഅദിനെ തിരുത്തുക മാത്രമല്ല ചെയ്തത്, നേരെ മറിച്ച് സഅദ് ബിൻ ഉബാദയുടെ അടുത്തേക്ക് ആളെ അയക്കുകയാണ്. സഅദ് ബിൻ ഉബാദയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ പതാക വാങ്ങിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് ബിൻ ഉബാദയുടെ മകൻ ഖൈസ് ബിൻ സഅദിന്റെ കയ്യിൽ പതാക ഏൽപ്പിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രംഗത്തെ ശാന്തമാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിന്റെ, സാഹോദര്യത്തിന്റെ പ്രകടന പത്രികയിൽ എഴുതിയതിന്റെ മുഴുവൻ സാരാംശങ്ങളെയും യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ സമൂഹത്തിന് ഇത് കരാർ പൂർത്തീകരണത്തിന്റെ ദിനമാണ്, ഇനി ഒരു തരത്തിലുള്ള വൈജാത്യങ്ങളും ഞങ്ങൾക്കിടയിലില്ല, ഞങ്ങളുടെ ശത്രുക്കൾക്കിടയിലില്ല എന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് കാണാൻ കഴിയും. ഇസ്ലാമിന്റെ ചരിത്രമാണിത്. ഇസ്ലാം വിജയത്തിന് മുമ്പും ശേഷവും നന്ദിയുള്ള മുസ്ലിമീങ്ങളെയാണ്, കൃതാർത്ഥരായ മുസ്ലിമീങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം വളർത്തിയെടുക്കുന്നത്. കരുണയുള്ള, വിനയമുള്ള, വിജയത്തിന് മുമ്പും വിജയത്തിന് ശേഷവും സൗഹാർദ്ദമുള്ള മുസ്ലിമിനെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം വളർത്തിയെടുക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒരു ചരിത്രം പ്രസിദ്ധമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഖുദ്സിന്റെ താക്കോൽ കൂട്ടങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്രൈസ്തവ പുരോഹിതന്മാരുടെ നിർദ്ദേശപ്രകാരം നേരെ മസ്ജിദുൽ അഖ്സയിലേക്ക്, ഖുദ്സിലേക്ക് അദ്ദേഹം യാത്ര തിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഭൃത്യനുണ്ട്. രണ്ടുപേരും ഊഴമിട്ടുകൊണ്ട് കുതിരപ്പുറത്ത് മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കവേ ഒരു ചെളിക്കുണ്ട് നിറഞ്ഞ ഒരു ചെളിക്കുണ്ടിന്റെ പാതയിൽ ഇരുവരും എത്തിച്ചേരുകയാണ്. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു തന്റെ കാലിലൊക്കെ ചെളി പുരളുന്നുണ്ട്. അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല ഖലീഫയെ കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ ചെളി പുരണ്ട കാലുകളുമായി, തുന്നിച്ചേർത്ത വസ്ത്രങ്ങളുമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തന്റെ ഇസ്ലാമിക സമൂഹത്തിന്റെ സാരഥ്യമരുളുന്ന ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ചെളി പുരണ്ട കാലുകളുമായി, തുന്നിച്ചേർത്ത വസ്ത്രങ്ങളുമായി അദ്ദേഹം കടന്നു വരുന്ന സന്ദർഭത്തിൽ അബൂ ഉബൈദ റളിയല്ലാഹു തആല ഉമർ ഇബ്നുൽ ഖത്താബിനോട് ചോദിക്കുന്നുണ്ട്, ലതഖൂദു ദീന ബിഖദമൈക യാ അമീറൽ മുഅ്മിനീൻ വതൽബസു ഹാദിഹിൽ മുറത്തഅ, താങ്കൾ ഈ മുഷിഞ്ഞ കീറിപ്പറഞ്ഞ തുന്നിച്ചേർത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണോ താങ്കൾ വന്നിട്ടുള്ളത്? ഒരു രാജ്യത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തിരിക്കുന്ന താങ്കൾ വലിയ ഒരു നായകനെ കാണാൻ വേണ്ടി ഇസ്ലാമിക സമൂഹത്തിൽ ഖുദ്സിന്റെ അതിന്റെ താക്കോൽ കൂട്ടങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി താങ്കൾ വരുമ്പോ ഈ കോലത്തിലാണോ താങ്കൾ വരുന്നത്? പ്രൗഢി ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിലേക്ക്, കൈസറുകളുടെ സമൂഹത്തിലേക്കാണ് താങ്കൾ വരുന്നത്. ഒന്ന് താങ്കൾക്കൊന്ന് വസ്ത്രം മാറ്റി എടുത്തുകൂടെ? ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോടാണ് അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു ഈ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. വഅൻത അമീറുൽ മുഅ്മിനീൻ, താങ്കൾ അമീറുൽ മുഅ്മിനീൻ അല്ലേ, സത്യവിശ്വാസികളുടെ നേതാവല്ലേ? ഫഹല്ലാ ഗയ്യർത സിയാബക വഗസ്സൽത ഖദമൈക, താങ്കളുടെ കാലിലെ ചെളികളൊക്കെ ഒന്ന് കഴുകി ആ വസ്ത്രം എന്തൊക്കെ ഒന്ന് മാറ്റി ഒന്ന് മാന്യമായ വസ്ത്രത്തിൽ താങ്കൾക്ക് വന്നുകൂടെ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ സന്ദർഭത്തിൽ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. വിജയിച്ച മനുഷ്യന്റെ നിലപാട് എന്തായിരിക്കണമെന്ന് ചരിത്രത്തിൽ വിജയിച്ച മനുഷ്യർക്ക് മാത്രമേ പറയാൻ കഴിയൂ എന്ന് ചരിത്രം അടയാളപ്പെടുത്തി വെച്ച ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മറുപടി, ലഖദ് കുന്നാ അദില്ലാ ഫഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, അല്ലാഹു നമുക്ക് ഇസ്സത്ത് നൽകിയത് നമ്മുടെ വസ്ത്രത്തിന്റെ രൂപത്തിലല്ല അബൂ ഉബൈദ, ഇസ്ലാം കൊണ്ടാണ് പടച്ചവൻ നമുക്ക് ഇസ്സത്ത് നൽകിയിട്ടുള്ളത്. ഇസ്ലാം അല്ലാത്തവൻ മറ്റേതെങ്കിലും ബാഹ്യമായ മോടികൾ കൊണ്ടാണ് നമ്മൾ ഇസ്സത്ത് തേടുന്നത് എങ്കിൽ ഫഖദ് അദല്ലനല്ലാഹ്, അല്ലാഹു തആല നമ്മെ നിന്ദ്യനാക്കുമെന്ന് ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനോട് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. വല്ലാഹി ലൗ ഖാലഹാ ഗൈറുക യാ അബാ ഉബൈദ ലഅലൗതു റഅസക ബിഹാദിഹി ദിർഅ, താങ്കളല്ല മറ്റാരെങ്കിലുമാണ് ഇത്തരം ഒരു വർത്തമാനം പറഞ്ഞതെങ്കിൽ എന്റെ കയ്യിലിരിക്കുന്ന ചാട്ടവാറ് കൊണ്ട് ഞാൻ അവനെ ശരിപ്പെടുത്തുമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്.
ഇസ്ലാം വിജയത്തിന് മുമ്പും അധികാരത്തിന് മുമ്പും ശേഷവും മുസ്ലിമായിട്ട് തന്നെ ജീവിക്കണം എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ആഹ്വാനം. നേട്ടങ്ങൾ ഒരിക്കലും ഒരാളെയും അഹങ്കാരിയാക്കി മാറ്റാൻ പാടില്ല. വിജയങ്ങൾ ഒരിക്കലും, അധികാരങ്ങൾ ഒരിക്കലും അവനെ ധിക്കാരിയാക്കി മാറ്റാൻ പാടില്ല. വിജയം സ്ഥിരമല്ല, എന്നെന്നും വിജയിച്ചു നിൽക്കാൻ ആർക്കും സാധ്യമേയല്ല. അതുകൊണ്ട് വിജയിക്കുന്ന വേളയിൽ നടത്തുന്ന സ്ഥിര നിയമനങ്ങളൊന്നും തന്നെ സ്ഥിരമല്ല എന്ന് വിശ്വാസി തിരിച്ചറിയണം. അന്തലൂസിനെ സ്മരിച്ചുകൊണ്ട്, അന്തലൂസിനെ അനുശോചിച്ചുകൊണ്ട് കവി പറയുന്ന ഏതാനും ചില വാചകങ്ങളുണ്ട്. ലികുല്ലി ശൈഇൻ ഇദാ മാ തമ്മ നുഖ്സാനു ഫലാ യുഗറ ബിതീബിൽ ഐശി ഇൻസാനു ഹിയൽ ഉമൂറു കമാ ഷാഹത്തുഹാ ദുവലു മൻ സറഹു സമനുൻ സാഅതുഹു അസ്മാനു. നാം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അതിന്റെ പേരിൽ അഹങ്കരിക്കുകയും അതിന്റെ പേരിൽ പ്രൗഢി നടിക്കുകയുമാണ് എങ്കിൽ മൻ സറഹു സമനുൻ സാഅതുഹു അസ്മാനു, ഒരു സന്ദർഭത്തിൽ കാലം നമ്മുടെ കൂടെയായിരിക്കും, പക്ഷേ മറ്റൊരു സന്ദർഭത്തിൽ കാലം നമ്മുടെ എതിർചേരിയിലായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം. ഐനൽ മുലൂകു ദവിത്തീജാനി ബിൻ യമനിൻ വഐന മിൻഹും അകാലീലും വതീജാനു. ചരിത്രം ഒരുപാട് രാജാക്കന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവരുടെ സ്വർണ്ണ കൈവളകളെയും അവരുടെ കിരീടങ്ങളെയും കുറിച്ച് ലോകം ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ എവിടെയാണ് ആ രാജാക്കന്മാരൊക്കെയും? എവിടെയാണ് ലോകം ഭരിച്ച നേതാക്കളൊക്കെയും? കാറൂനിനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. പക്ഷേ കാറൂൻ എന്ന് ചരിത്രത്തിന്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ ഹാമാനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹാമാനും ചരിത്രത്തിന്റെ ഭാഗമാണ്. ആദിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ലോകം അടക്കി ഭരിക്കാൻ കഴിവുള്ളവരും ത്രാണികളുള്ളവരും എന്ന് അഹങ്കരിച്ചവർ, അവർ ഇന്നും ചരിത്രത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജയപരാജയങ്ങൾ നമ്മെ ഒരു കാരണവശാലും ആ അർത്ഥത്തിൽ സ്വാധീനിക്കാൻ പാടില്ല. മറിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നന്ദിപൂർവ്വം ഏത് പാർട്ടിയുടെ അനുയായികളും ഏത് പാർട്ടിയുടെ സാരഥ്യമരുളുന്ന ആളുകളും ആണെങ്കിലും ഏത് പാർട്ടിയുടെ അനുഭാവമുള്ളവരാണെങ്കിലും ജയപരാജയങ്ങൾ ഈ അർത്ഥത്തിലായിരിക്കണം നമ്മെ സ്വാധീനിക്കേണ്ടുന്നത്. മഹാനായ റസൂലിനെ സ്വാധീനിച്ചതുപോലെ അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായ പരമാധികാരത്തിന്റെ ഇസ്സത്തും റഹ്മത്തിനെയും ഉൾക്കൊള്ളുന്ന പടച്ചവന്റെ ആ അധികാര പ്രഭ പോലെ മഹാനായ ഉമർ റളിയല്ലാഹു തന്നെ കാണിച്ച ഇസ്ലാം എന്ന ഇസ്സത്തിലൂടെ മാത്രമായിരിക്കണം യഥാർത്ഥത്തിൽ ഈ വിജയപരാജയങ്ങൾ നമ്മളെ സ്വാധീനിക്കേണ്ടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. أقول قولي هذا أستغفر الله العظيم لي ولكم واستغفروه إنه هو الغفور الرحيم.